എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൺ വേഡിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ സദ്യയ്ക്ക് വിളമ്പുന്ന കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ കൂട്ടുകറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ആദ്യം നമുക്കിത് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ കടല എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കറുത്ത കടലയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് കുതിർക്കാൻ ഇടണം. അപ്പോൾ ഒരു 7-8 മണിക്കൂറെങ്കിലും അത് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ കടല ഞാൻ ഇവിടെ തലേദിവസം കുതിർക്കാൻ ഇട്ടതാണ്. നല്ലതുപോലെ അത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ അളവിൽ ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒറ്റ വിസിൽ ആദ്യം കേൾപ്പിക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 3 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 സ്പൂൺ അളവിൽ ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു എണ്ണയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2-3 വറ്റൽ മുളക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അടുത്ത് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ നിറം ആവുന്നത് പോലെ ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ആ ഒരു ഉഴുന്നിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കറിക്ക് എത്രയാണോ അളവ് വേണ്ടത് ആ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കൈ എടുക്കാതെ തന്നെ ഇതിനെ വറുത്തെടുക്കണം. പെട്ടെന്ന് തീ കൂട്ടി വറുത്തെടുക്കാതെ തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഈ ഒരു തേങ്ങ വറുത്തെടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കൂട്ടുകറി നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ബ്രൗൺ നിറം ആവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തേങ്ങ ഇവിടെ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു 1/4 ഭാഗം അളവിൽ തേങ്ങ മാറ്റി വയ്ക്കണം കേട്ടോ. നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാനാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അളവിൽ ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/4 ഭാഗം അളവിൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്കിയിരിക്കുന്ന തേങ്ങനെ കുറച്ചും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കൂട്ടുകറി. അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഞാൻ ഇതിനാവശ്യമായ കായൊക്കെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ഏത്തക്കായ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ചേന, പിന്നെ കുറച്ച് കുമ്പളങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തീ കൂട്ടി വെച്ച് വേവിച്ച ശേഷം അതിനെ തീ കുറച്ച് വെച്ച് നല്ലതുപോലെ ആ കഷ്ണങ്ങളെല്ലാം വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. നമുക്ക് ഈ ചേന വേവുന്ന സമയം മാത്രം മതി കേട്ടോ. ചേന വെന്ത് കഴിഞ്ഞാൽ പിന്നെ ആ കഷ്ണങ്ങളെല്ലാം വെന്തെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് തീ കൂട്ടി വെച്ച് ഈ വെള്ളം അത്രയും വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ആ വെള്ളം എല്ലാം ഒന്ന് വറ്റി കിട്ടും. കൂടേണ്ട 5 മിനിറ്റ് മതി കേട്ടോ. ഇത് നല്ലതുപോലെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ് കേട്ടോ. അത് ആ വെള്ളത്തോടെ തന്നെ ആ കടല നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ കടലയും അതുപോലെ തന്നെ ആ വെജിറ്റബിൾ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ കുറച്ചെടുത്ത് മാറ്റിയില്ലേ, അതിനെ അരച്ചെടുത്തതാണ്, നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ചിരകിയെടുത്തതും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് നമുക്കതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അധികം വറ്റിപ്പോകണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഇത് വേറെ അതൊന്നും വറ്റിക്കുകയൊന്നും വേണ്ട, നമുക്ക് ആ ഒരു തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കറി ഇവിടെ തയ്യാറായി കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ആ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കൂട്ടുകറിക്ക്. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ.